ഇന്ന് ഒരു വ്യത്യസ്തമായ പ്രമേയം ചർച്ച ചെയ്യാം. സാധാരണ മൊത്തത്തിലുള്ള അവലോകനം നടത്തുമ്പോൾ വ്യക്തികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെയാണ് പറയാറ്. പക്ഷെ പലപ്പോഴും പലരും സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കൂടുതലായി വിമർശിക്കുന്നത് എന്ന്. പിണറായി വിജയനോട് പ്രത്യേകിച്ച് വൈരാഗ്യം വല്ലതും ഉണ്ടോ, അല്ല അത്രയ്ക്ക് മാത്രം വിമർശിക്കപ്പെടേണ്ടവനാണോ, വെറുക്കപ്പെടേണ്ടവനാണോ പിണറായി എന്ന്, വെറുക്കപ്പെട്ടവൻ എന്ന് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ പറയേണ്ട ഒരാളാണോ പിണറായി? പിണറായി അങ്ങനെ ഒരാളല്ല. പിണറായിയെക്കുറിച്ച് മുമ്പ് എഴുതിയിരുന്നതും പറഞ്ഞിരുന്നതും കേരളത്തിന് ഫലപ്രദമായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു നേതാവാണ് പിണറായി എന്നാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ടീമിൻ്റെ തുടക്കത്തിൽ ചില അത്ഭുതങ്ങൾ കണ്ടു. ഋഷിരാജ് സിംഗിനെയും രാജീവ് നാരായണസ്വാമിയെയും ജേക്കബ് തോമസിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭരണം മുമ്പോട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം ആദ്യകാലത്ത് ശ്രമിച്ചത്. പക്ഷെ വളരെ പെട്ടെന്ന് ചിത്രം മാറുകയും ആ സ്ഥാനങ്ങളിലേക്ക് മനോജ് എബ്രാഹവും അജിത് കുമാർ ബെഹ്റ തുടങ്ങിയ ആൾക്കാർ വരികയും ചെയ്തു. അവിടെ ആദ്യത്തെ പരാജയം അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് എം വി ജയരാജൻ മാറി, അല്ലെ പുത്തലത്ത് ദിനേശൻ മാറി, പകരം വന്നത് ശിവശങ്കരൻ IASഉം പി ശശിയുമാണ് വന്നത്. ഡൽഹിയിൽ നിന്നുള്ള നിയന്ത്രണം ബ്രിട്ടാസിനുമായി. ഇവിടെ പിണറായി വിജയൻ പതുക്കെ അറിഞ്ഞാണോ അറിയാതെയാണോ ഒരു തടവറയിലേക്ക്, ഒരു ക്ലിക്കിൻ്റെ തടവറയിലേക്ക് നടന്നില്ല. ഇത് അവർ കുഴിച്ച വാരിക്കുഴിയിൽ പിണറായി വിജയൻ വീണു. അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. ആ വാരിക്കുഴിയുടെ കൂടെ പിണറായിയുടെ ഒപ്പം സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു പച്ചില, ഒരു പ്ലാവിലയും കൂടെ കാണിച്ചപ്പം ആട് നടക്കുന്നത് പോലെ അവർ കാണിച്ച വഴിയിലൂടെ പിണറായി വിജയൻ നടക്കാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. പിണറായി വിജയന് കേരളത്തെ നന്നായിട്ട് ഭരിക്കണമെന്നോ അഴിമതിരഹിതമായിട്ട് ഭരിക്കണമെന്നോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിന് പോലും അപ്രാപ്തനാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. ഇനി പിണറായി വിജയനെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഏറ്റവും ശക്തനായ നേതാവായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അച്യുതാനന്ദനെ ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്നെ അച്യുതാനന്ദന് പിന്നോക്കം പോകേണ്ടി വന്നു. പിന്നെ പകരം കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നു. കുറച്ചൊക്കെ പിണറായിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി. പക്ഷേ കോടിയേരിയും വളരെ പെട്ടെന്ന് ആരോഗ്യപരമായി അല്ലെങ്കിൽ മരണം മൂലം തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറേണ്ടി വന്നു. പകരം കണ്ണൂർ ലോബിയുടെ മറ്റൊരു സൃഷ്ടിയായ MV ഗോവിന്ദനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരാരും, അച്യുതാനന്ദനൊഴികെ ഈ പറഞ്ഞ ആരും പിണറായിയുടെ അഭിപ്രായത്തിനെതിരായി കിടക്കൂ പുറത്തേന്ന് പിണറായി ഇവരോടാരോടെങ്കിലും പറഞ്ഞാൽ തല കുമ്പിട്ടുകൊണ്ട് പിണറായിയുടെ മുമ്പിൽ നിന്ന് നടന്നു പോകുന്ന ഒരു പറ്റം ആൾക്കാരാണ് CPMൻ്റെ നയിക്കാനായിട്ട് വന്നത്. അകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപജാപക സംഘം ഓഫീസിലും വന്നു. പിന്നെ പുറത്ത് കെ.എം. പോലുള്ളവർ അങ്ങനെയും വന്നു. അപ്പോൾ ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല രീതിയിൽ ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുമായിരുന്ന പല ആൾക്കാരെ ഈ രംഗത്ത് നിന്ന് പതുക്കെ പുറകോട്ട് കൊണ്ടുണ്ട്. കോഴിക്കോട് പ്രദീപ് കുമാർ മത്സരിക്കാൻ അവസരം പോലും കൊടുത്തില്ല, സമ്പത്തിന് അവസരം കൊടുത്തില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെ പതുക്കെ പുറകോട്ട് പോയിട്ട് ആ സ്ഥാനത്തേക്ക് വന്നത് ആരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നത്? റിയാസിനെ കൊണ്ടുവന്നു, ഷംസീറിനെ കൊണ്ടുവന്നു. ഷംസീറിനെ സ്പീക്കറായിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഓരോരോ വീണ ജോർജിനെ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള മന്ത്രിമാരെ കൊണ്ടുവന്ന് മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു പറ്റം കഴിവ് കെട്ടവരുടെ മന്ത്രിസഭയാക്കി. ഏക ഉദ്ദേശം അഴിമതി ചെയ്യുക, അല്ലെ അഴിമതി കാണിക്കുക, പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുക എന്നുള്ളത് മാത്രമായി. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന കാര്യം പോലും അടുത്തു ഇത് വഷളാക്കിയ ആരാണ്? സിസ തോമസ് അവരെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ, അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഇപ്പോൾ നിയമിക്കുകയാണ്. ഇതിന് തടസ്സം നിന്നിരുന്നെന്തിനാണ്? SFIക്കാർ ആശ്രമയുടെ നേതൃത്വത്തിൽ ചെകുവേര ശിഷ്യന്മാർ എന്തിനാണ് സമരം ചെയ്യാൻ പോയത്? സിസ തോമസിനെതിരായി എത്ര പ്രാവശ്യം വയലൻ്റായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലം തൊട്ട് വയലൻ്റായിട്ടുള്ള പ്രൊട്ടസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ ഒരു വൈസ് ചാൻസലർ ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റാത്തതിൽ, അല്ല വൈസ് ചാൻസലർ ഇല്ലാതിരുന്നതിൻ്റെ ഉത്തരവാദിത്തം പിണറായിക്കല്ലേ? ഇന്നലെ ഒറ്റ മണിക്കൂർ കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ഈ പ്രശ്നം തീരുമായിരുന്നെങ്കിൽ മിസ്റ്റർ പിണറായി, താങ്കൾക്കിത്
നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ തീർക്കാമായിരുന്നു. അത്ര അതിൻ്റെ അർത്ഥം നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ ഗൗരവത്തോടെയല്ല കണ്ടിരുന്നത്. കുറേ പേർക്ക് മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിച്ചോ കോപ്പി അടിച്ചോ PhD ബിരുദം കൊടുക്കാനുള്ള, കുറേ പേർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനം കൊടുക്കാനുള്ള ഒരു വേദി മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് കരുതി. നിങ്ങൾ ഗൗരവത്തോടെ വിദ്യാഭ്യാസ രംഗത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ വൈസ് ചാൻസലർമാരില്ലാത്തതിൽ ഏറ്റവും അധികം ആശങ്കപ്പെടേണ്ടിരുന്ന ആൾ നിങ്ങളാണ്. അത് ചെയ്തില്ല. എന്താ ചെയ്യാതെ? ഇപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ കഴിയുമായിരുന്നു എന്ന് കേരളത്തോട് നിങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ? അപ്പോൾ ആരാ ശിക്ഷ അനുഭവിക്കേണ്ടത്? അല്ലെ അതിന് നിങ്ങളെ ഈ രീതിയിൽ സിസ തോമസിനെ അവിടെ വയ്ക്കാൻ പാടില്ല, അല്ലെ നിയമനം നടത്താൻ പാടില്ല, ഗവർണർക്ക് അതിന് പവറില്ല എന്നുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കേസ് നടത്താൻ വരെ ചിലവാക്കിയില്ലേ? ഇന്നലത്തെ 1 മണിക്കൂർ നേരത്തെ സംസാരം കൊണ്ട് തീരുമായിരുന്നൊരു പ്രശ്നത്തിന് നിങ്ങൾ എന്തുമാത്രം കേസ് നടത്തി? അങ്ങനെ പിണറായിയെ വെറുക്കുക എന്നതിനേക്കാൾ കൂടുതൽ പിണറായി സൃഷ്ടിച്ചെടുത്ത കുറേ സാഹചര്യമുണ്ട്. ആരും ചോദ്യം ചെയ്യാനില്ല പിണറായിയെ. പാർട്ടിയിലില്ല, സംഘടനയില്ല. ആരാ ഉള്ള ചോദ്യം ചെയ്യാൻ? പാർട്ടി അച്യുതാനന്ദനും ഒന്നും വല്ലാതായി. പക്ഷെ അന്നും അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ പിണറായിക്ക് തീരെ ദുർബലനായ അച്യുതാനന്ദനായിരുന്നിട്ട് കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആകെ അച്യുതാനന്ദനായിരുന്നു. ഒരു ക്രൗഡ് പുള്ളറായിരുന്നു അച്യുതാനന്ദൻ. പിണറായി അതല്ല. പിണറായി ഒരു യോഗത്തിന് ചെല്ലുന്ന പറഞ്ഞാൽ ആൾക്കാർ ഓടിപ്പോകാൻ നോക്കും, മൈക്ക് വരെ പോകും, പിണങ്ങും, പണി. അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്ത് പിണറായി തന്നെയാണോ? പിണറായിയുടെ മക്കൾക്ക് പങ്കുണ്ടോ? പാർട്ടിയുടെ ഉന്നതർക്ക് പങ്കുണ്ടോ? അത് കണ്ണൂർ ലോബിയുടെ പൂർണ്ണ സപ്പോർട്ടല്ലായിരുന്നു, എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്.